പീരുമേട് താലൂക്ക് ആശുപത്രിക്ക് 2025 ഏപ്രിൽ 23 ചരിത്ര ദിനമാണ്. ആശുപത്രിയിലെ പ്രസവ വാർഡിൽ ആദ്യ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഏലപ്പാറ ചെമ്മണ്ട് സ്വദേശിനിയായ സുധീഷ് ഭവനിൽ ശ്രീലക്ഷ്മിയാണ് ഇരട്ട പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സുഖപ്രസവം. ഗൈനക്കോളജി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർ നിത്യരാജ്, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ടോം, ഡോക്ടർ നൌഫിൻ, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഒമർ, സ്റ്റാഫ് നഴ്സുമാരായ അഭില, സൗമ്യ, ഹോസ്പിറ്റൽ അറ്റൻഡർ രതിമോൾ, നഴ്സിംഗ് സൂപ്രണ്ട് ഷീജ എന്നിവരുടെ പരിചരണത്തിലാണ് ആദ്യ ഇരട്ട പ്രസവം നടന്നത്. പീരുമേട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഇന്ന് സിസേറിയൻ സെക്ഷനിലൂടെ ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുകയാണ്. 2022 നവംബർ 21 ആരംഭിച്ച ഇവിടുത്തെ ലേബർ റൂം സംവിധാനത്തിൽ നാളിതുവരെ നമുക്ക് 313 ഡെലിവറികളാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത്. അതിലാദ്യമായിട്ടാണ് ഇരട്ട കുഞ്ഞുങ്ങളുടെ ജനനം. ഇത്രയും വർഷങ്ങൾക്കിടയിൽ 2022 തുടങ്ങി 23 47 ഡെലിവറികളും 24 അത് 183 ഡെലിവറികളായി ഉയർന്നു. ഇപ്പോൾ 2025 ഏപ്രിൽ മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 80 ഡെലിവറികളിൽ കൂടുതൽ ഇപ്പോൾ പീരുമേട് ആശുപത്രിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 2 ഗൈനക്കോളജിസ്റ്റുകളും നമ്മുടെ അനസ്തീഷ്യോളജിസ്റ്റും സിസ്റ്റർമാരും നഴ്സിംഗ് അറ്റൻഡർമാരും ഹോസ്പിറ്റൽ അറ്റൻഡർമാരും ഒക്കെ ചേർന്ന ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ ഇന്ന് ഈ ഡെലിവറിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പരിമിതമായ സംവിധാനത്തിലും കൃത്യമായ രീതിയിലും വളരെ ഇഫക്റ്റീവായിട്ടുള്ള രീതിയിലും ജനങ്ങൾക്ക് സേവനം കൊടുക്കാനായിട്ട് ലേബർ റൂമിൽ ഗർഭിണികൾക്ക് കൃത്യമായ സേവനം കൊടുക്കാനായിട്ടും നല്ല രീതിയിലുള്ള പീഡിയാട്രീഷ്യൻ്റെയും ഒക്കെ കെയർ കൊടുക്കാനായിട്ടും നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആശുപത്രിക്ക് അഭിമാനമുള്ള ഒരു ദിവസമാണിത്. പീരുമേടിന്റെ തോട്ടമേഖലയിൽ സാധാരണക്കാരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് താലൂക്ക് ആശുപത്രി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സെൻസിബിയുടെയും സഹപ്രവർത്തകരുടെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഗൈനക്കോളജി വിഭാഗവും പ്രസവ വാർഡും അനുബന്ധ സൗകര്യങ്ങളും ആശുപത്രിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താലൂക്ക് ആശുപത്രിയിൽ ആകെ 313 പ്രസവങ്ങളാണ് നടന്നിരിക്കുന്നത്. 2023 47, 2024 183, 2025 81 പ്രസവങ്ങൾ നടന്നു. പീരുമേട് താലൂക്ക് ആശുപത്രി മറ്റൊരു നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് ആശുപത്രി ജീവനക്കാർ. ന്യൂസ് ബ്യൂറോ, പീരുമേട്.